ദൈവം വാഗ്ദത്തം പാലിക്കുന്നവനാണ്, അവൻ ഒരിക്കലും വാക്ക് മാറുന്നവനല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ അവൻ പ്രവാചകനാകയാൽ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്നറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുൻകൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ദാവീദിന്റെ കുടുംബത്തിൽ വന്ന് ജനിക്കുമെന്നും അതോടൊപ്പം മരിച്ച് അടക്കപ്പെട്ട് അവന്റെ ശരീരം ദ്രവത്വം കാണുകയില്ല എന്നുമുള്ള ഒരു ദൈവത്തിന്റെ വാഗ്ദത്തത്തെ കുറിച്ചാണ് നമുക്കിവിടെ കാണുന്നത്. നാം ചിന്തിക്കുക, ഈ ലോകത്തിൽ മനുഷ്യൻ പലവിധമായിട്ടുള്ള വാക്കുകൾ പറയാറുണ്ട്, വാഗ്ദത്തങ്ങൾ നമ്മോട് അറിയിക്കാറുണ്ട്. എന്നാൽ ഈ വാഗ്ദത്തങ്ങൾ അത് മാറപ്പെടുന്നതാണ്. പുറപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, അവിടെ ഫറവോൻ മോശയോട് പറയുകയാണ്, താൻ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോഴും ആ വാഗ്ദത്തം എല്ലാം ഫറവോൻ തെറ്റിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. മനുഷ്യന്റെ വാക്ക് മാറുന്നതാണ്, അതൊരിക്കലും സ്ഥിരമല്ല. ഈ ലോകത്തിൽ മനുഷ്യൻ നമ്മോട് പറഞ്ഞിരിക്കാം നമ്മെ സഹായിക്കാമെന്നും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനായിട്ട് നമ്മോടൊപ്പം കാണുമെന്നും ചിലരൊക്കെ പറഞ്ഞിരിക്കാം. എന്നാൽ നാം ചിന്തിക്കുക, ഈ വാഗ്ദത്തങ്ങൾ, ഈ വാക്കുകൾ മാറപ്പെടുന്നതാണ്. അതൊരിക്കലും വിശ്വാസയോഗ്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ശരിയായിട്ടുള്ള വാഗ്ദത്തം അത് കർത്താവിൻ്റെതാണ്, അത് എപ്പോഴും പാലിക്കപ്പെടുന്നതാണ്. അതിനാൽ തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് അനുസൃതമായിട്ട് നാം മുന്നോട്ട് ജീവിക്കണം എന്നതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാൽ തന്നെ അപ്രകാരമായിരിക്കുവാൻ ദൈവം നമ്മെവരെയും സമർത്ഥമായും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. നാം